ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 എല്ലാ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ PSC ബുള്ളറ്റിനിലെയും എല്ലാ കറണ്ട് അഫെയറും നോക്കി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജപ്പാനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം ജപ്പാനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. ഇനി അടുത്തത്, സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. അടുത്തത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂററ്റ് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലുപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ നിയമിതനായി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായിട്ട് പ്രമോദ് അഗർവാൾ നിയമിതനായി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. ശ്രീകുമാറിനാണ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇപ്പോൾ ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നെറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. മിച്ചൽ സ്റ്റാർക്ക്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതനാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ഇപ്പോൾ ഫാത്തിമ വസീം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റനായിട്ടുള്ള ഫാത്തിമ വസീം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. അപ്പോൾ പോളിഷ് താരം ഇഗ സ്വിയാടെക്കിനാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷൻ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും. 2 ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് അംഗീകാരം. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ മികച്ച പുരുഷ
താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായ സവിത പുനിയയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ മികച്ച പുരുഷതാരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പുനിയയും തെരഞ്ഞെടുക്കപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. ഡോക്ടർ ഇക്ബാൽ രചിച്ചിട്ടുള്ള മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്കാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ് രാജ് രംഗി റെഡ്ഡിയും അർഹനായി. മലയാളിയായ ലോങ് ജമ്പ് താരമാണ് എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ് രാജ് രംഗി റെഡ്ഡിയും അർഹനായി. മലയാളിയായ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണ അവാർഡ് ലഭിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കു വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കു വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയിലാണ് നേട്ടം കൈവരിച്ചത്. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇ വി രാമകൃഷ്ണനാണ് എഴുതിയിട്ടുള്ളത് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതനായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഇനി കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചു. ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ റാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ 1977 ആണ് സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഏഷ്യയിലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണറാം ശർമ്മ അന്തരിച്ചു. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർ ബ്രഷ്ട് ഫ്രാൻസ് അന്തരിച്ചു. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർ ബ്രഷ്ട് ഫ്രാൻസ് അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥൻ അന്തരിച്ചു. പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത നാടകരചയിതാവും സംവിധായകനുമാണ് പ്രശാന്ത് നാരായണൻ. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. ജനുവരിയിലെ തന്നെ അടുത്തതാണ് കേട്ടോ, 15-ാം തീയതിയാണ്. അപ്പം നോക്കാം, മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്നും വിരമിച്ചു. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ
ഹേമലത ദൂരദർശനിൽ നിന്നും വിരമിച്ചു. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യമാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായ സുപ്രീം കോടതി ജഡ്ജി BR ഗവായ് നിയമിതനായി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായ സുപ്രീം കോടതി ജഡ്ജി BR ഗവായ് നിയമിതനായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന്. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ N. രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. 2023 പ്യൂബിറ്റ് പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സുജലം എന്ന് പറയുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതിയാണ് സുജലം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ മേധാവിയായിരുന്ന ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു. ഡോക്ടർ മനീഷ് തപ്ലിയാൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ മേധാവിയായി സ്ഥാനമേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജരായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ അഡീഷണൽ റെയിൽവേ മാനേജരായി മലയാളിയായ MR വിജി ചുമതലയേറ്റു. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാഷ്. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർകാഷ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി രശ്മി ശുക്ല നിയമിതനായി. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി രശ്മി ശുക്ല നിയമിതയായി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിന് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത
ഓപ്പൺഹൈമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരൈൻ ബോയിമിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജി ആണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. അടുത്തത് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ PSC ബുള്ളറ്റിനിലെ ഫെബ്രുവരിയിലേതാണ്. ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ. ഫെബ്രുവരി 1 PSC ബുള്ളറ്റിനാണ്. നോക്കാം. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ബൊപ്പണ്ണ നേടി. അപ്പം ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം ബൊപ്പണ്ണ. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായിട്ട് ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. സുരേന്ദ്രൻ നായർക്കാണ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായിട്ടുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവുമധികം സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം അസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം അസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയിട്ടുള്ളത്. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് M കാർട്ടി ചുമതലയേറ്റു. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് M കാർട്ടി ചുമതലയേറ്റു. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ S നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G അമൃത് കുമാറും അർഹരായി. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ S നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G അമൃത് കുമാറും അർഹരായി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി റാക്കൂരിന് ഭാരതരത്ന ബഹുമതി. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിൽ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള
നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം മുംബൈയിൽ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷ്യൂവറാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാലയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന്. 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രഞ്ജകാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശിലെ സ്വദേശിനി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് ചെയർപേഴ്സണായിട്ട് അനിൽകുമാർ ലഹോട്ടി നിയമിതനായി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സണായിട്ട് നിയമിതനായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി. മലയാളി പർവ്വതാരോഹകർ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി. മലയാളി പർവ്വതാരോഹകർ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. പത്മ പുരസ്കാരങ്ങൾ. മലയാളിയായ ജസ്റ്റിസ് റിട്ടയർ ഫാത്തിമ ബീവി മരണാനന്തരം ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണം. ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ പളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണം. ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ പളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരങ്ങളും ലഭിച്ചു. 75ാമത് എമ്മി പുരസ്കാരങ്ങൾ. പ്രധാന പുരസ്കാരങ്ങൾ. മികച്ച കോമഡി പരമ്പര ദ ബെയർ ആണ് മികച്ച കോമഡി പരമ്പര. മികച്ച ഡ്രാമ പരമ്പര സക്സെഷനാണ് മികച്ച ഡ്രാമ പരമ്പര. മികച്ച ആന്തോളജി പരമ്പര ബീഫാണ്. മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്. മികച്ച നടി കോമഡി ക്വിൻഡ ബ്രൻസൺ ആണ് മികച്ച നടി. മികച്ച നടൻ ഡ്രാമ കൊയ്രൻ കൽക്കിനാണ് മികച്ച നടൻ ഡ്രാമ. മികച്ച നടി ഡ്രാമ സാറാ സ്നൂക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ്. മികച്ച താരത്തിനുള്ള ബാരി
ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ഓസ്ട്രേലിയയിലെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മികച്ച താരത്തിനുള്ള കാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹനായി. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹനായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെയും ആര്യാന സെബലെങ്കയും നേടി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെ ആര്യാന സെബലെങ്കയും നേടി. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ് സ്വതന്ത്ര സമര സേനാനി KK ഉണ്ണി നിര്യാതനായി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭാവതാരിണി അന്തരിച്ചു. അടുത്തത് ഫെബ്രുവരിയിലെ 2ാമത്തെ ലക്കത്തിലുള്ള സമകാലികമാണ്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന്. ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. പ്രശസ്ത സംഗീതജ്ഞർ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബ്രാൻഡായ ശക്തിയുടെ ദിൽ മൊമെൻ്റ എന്ന ആൽബത്തിൻ്റെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. അപ്പോൾ ഗ്രാമി പുരസ്കാരം നേടിയിട്ടുള്ള മികച്ച ആൽബം ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് മൊമെൻ്റ്. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബ്രാൻഡാണ് ദിസ് മൊമെൻ്റ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യക്കും ലഭിച്ചു. അപ്പം മികച്ച ഗ്രാമി പുരസ്കാരം മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യക്കും ലഭിച്ചു. ഭാരതരത്നം. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിയായ നരസിംഹറാവു ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേരാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. അപ്പോൾ മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലേഗ് കൊനോനെൻകോ ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജോഡികളായി. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജർ CEO മാനേജിംഗ് ഡയറക്ടർ രവി കുമാർ സായെ നിയമിച്ചു. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO മാനേജിംഗ് ഡയറക്ടറായി രവി കുമാർ സായെ നിയമിച്ചു.
മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തെരഞ്ഞെടുത്തു. വർക്കല പാപനാശം ബീച്ചിനെ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തെരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നെപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നെപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. അപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ആസ്ട്രേലിയക്ക്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആസ്ട്രേലിയക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന പുരസ്കാരമാണിത്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ന്യൂറോലിങ്ക് എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് എസ്.എൽ. നാരായണൻ. എസ്.എൽ. നാരായണൻ ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. നമീബിയൻ പ്രസിഡന്റ് ഹാംഗെ ഗെയിൻ ഗോബ് അന്തരിച്ചു. നമീബിയൻ പ്രസിഡന്റ് ഹാംഗെ ഗെയിൻ ഗോബ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ എൻ.കെ. ദേശം എൻ. കുട്ടിക്കൃഷ്ണപിള്ള അന്തരിച്ചു. കവിയും നിരൂപകനുമായ എൻ.കെ. ദേശം എൻ. കുട്ടിക്കൃഷ്ണപിള്ള അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് അന്തരിച്ചു. അടുത്തത് മാർച്ചിലെ കറണ്ട് അഫെയർ ആണ്. അത് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർ ആണ് കേട്ടോ. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ
രാംഭദ്രാചാര്യക്കും 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യയ്ക്കും 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3 DS വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3 DS വിജയകരമായി വിക്ഷേപിച്ചു. ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം. ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം. ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത്. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ട്രേറ്റ് മികച്ച കളക്ട്രേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ട്രേറ്റ് മികച്ച കളക്ട്രേറ്റായിട്ടും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ്. 12.77 കിലോമീറ്ററാണ്. D50 ജമ്മു ഉധംപൂർ ബാരാമുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ബാഫ്റ്റ ഓപ്പൺഹൈമറിന് ചിത്രം. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. നടൻ കിലിയൻ മർഫി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 ജമ്മു ഉധംപൂർ ബാരാമുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ഓപ്പൺഹൈമറിന് മികച്ച ചിത്രം. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. നടൻ കിലിയൻ മർഫി തുടങ്ങി 7 പുരസ്കാരങ്ങൾ. പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ബാഫ്റ്റ പുരസ്കാരം. ബാഫ്റ്റയാണ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ OCDS സ്വന്തമാക്കി. അടുത്തത് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന്. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന്. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ അഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന്. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പുലിറ്റ്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കാശ്മീർ സ്വദേശിയാണ്. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പുലിറ്റ്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കാശ്മീർ സ്വദേശിനിയാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്റർ ആയിട്ടുള്ള ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോബസ് സമൂരിനോറം എന്ന പേര് നൽകി. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോബസ് സമൂരിനോറം എന്ന പേര് നൽകി. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന്.
നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിനാണ് താരം സെഞ്ചുറി നേടിയത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദന്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദന്. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോട്ടി എം ചാക്കോ ചുമതലയേറ്റു. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോട്ടി എം ചാക്കോ ചുമതലയേറ്റു. പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ചുമതലയേറ്റു. പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റു. പ്രഭാവോ സുബിയാൻഡോ. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി വിപിൻ ചന്ദ്ര മഞ്ചാരിയ നിയമിതനായി. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി വിപിൻ ചന്ദ്ര അഞ്ചാരിയ നിയമിതനായി. ലോകപാലിന്റെ അധ്യക്ഷനായ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു. ലോകപാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു. കരസേനാ ഉപമേധാവിയായി ലഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നഗർ അന്തരിച്ചു. ദംഗൽ എന്ന സിനിമയുടെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തയായത്. ബോളിവുഡ് നടി സുഹാസിനി ഭട്നാഗർ അന്തരിച്ചു. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തയായത്. ദക്ഷിണാഫ്രിക്കയിലെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമാണ്. കഥകളി ആചാര്യൻ വാഴേക്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളാണ് കഥകളി ആചാര്യൻ വാഴേക്കട വിജയൻ. പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹ്നി അന്തരിച്ചു. മാർച്ചിൽ തന്നെ ലക്കം 2 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാം. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിന്, യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിന്, യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി. വനിതാ ക്രിക്കറ്റിലെ അതിവേഗതയേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നീം ഇസ്മായിലിന്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ എതിരായ മത്സരത്തിൽ 132.1 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ലെബനനിൻ്റെ യസ്മീന സെയ്മൻ ആണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ലെബനനിൻ്റെ യസ്മീന സെയ്മൻ ആണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ്
മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. INS ജഡായു ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളം. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈൽ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ പേര്. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ പേര്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സൈല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്. ഇനി ഓസ്കാർ പുരസ്കാരങ്ങളാണ്. 96ാമത് ഓസ്കാർ പുരസ്കാരം. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളുമായി ഓപ്പൺഹൈമർ നമ്മൾ കുറേ തവണ നോക്കിയില്ലേ. അപ്പോൾ ഓപ്പൺഹൈമറിനാണ് 7 പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച ചിത്രം സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. നടൻ കിലിയൻ മർഫി, സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ തുടങ്ങി 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. മറ്റ് പുരസ്കാരങ്ങൾ മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. പുവർ തിങ്സ് എന്ന സിനിമയ്ക്ക്. സഹനടി ഡവെയ്ൻ ജോയ് റാൻഡോൾഫ്, ദ ഹോൾഡോവേഴ്സ്. ഓപ്പൺഹൈമർ, ക്രിസ്റ്റഫർ നോളൻ, കിലിയൻ മർഫി, എമ്മ സ്റ്റോൺ, റോബർട്ട് ഡൗണി ജൂനിയർ, ഡവെയ്ൻ ജോയ് റാൻഡോൾഫ്. മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. വനിതാ ശിശു ക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് ട്രീസ ജോളി, ജിലുമോൾ, മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യൻ, വിജി പെൺകൂട്ട് എന്നിവർ അർഹരായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എജുപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളിന്. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരം യശ്വന്ത് ജയ്സ്വാളിന്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഡി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ്. നെതർലാൻഡിലെ ഇറസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2026 ഇറാസ്മോസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിന്. തിരക്കഥാകൃത്തും ഡോക്യുമെൻ്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു. പ്രശസ്ത ചിത്രകാരൻ ദലിത് ബന്ധു NK ജോസ് അന്തരിച്ചു. പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു അന്തരിച്ചു. NK ജോസ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബസുരേന്ദ്ര ബാബു അന്തരിച്ചു. അടുത്തതായിട്ട് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫെയർ ആണ്. PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർ ആണ് നോക്കുന്നത്. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക്. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാത്വികം എന്ന കാവ്യ ആഖ്യായികയ്ക്കാണ് പുരസ്കാരം. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ്
പരാജയപ്പെടുത്തിയത് മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യ കിരീടം നേടിയത്. 2023 മാതൃഭൂമി പുരസ്കാരം സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയ്യങ്കോട് ശ്രീധരനും അർഹരായി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയ്യങ്കോട് ശ്രീധരനും അർഹനായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സ് 2024 ഒരു സ്വർണവും 2 വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സിൽ 2024 ഒരു സ്വർണവും 2 വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നഫീസ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദാരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദാരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമ്മൽ ബോയ്സിന്. മലയാളത്തിലെ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമ്മൽ ബോയ്സിന്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് നാമകരണം ചെയ്തു. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനഃനാമകരണം ചെയ്തു. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. റഷ്യയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. ദേശീയ അന്വേഷണ ഏജൻസി NIA-യുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തേയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയും നിയമിച്ചു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയും നിയമിച്ചു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായ ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് പ്രവർത്തനം ആരംഭിച്ചത്.
1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75-ാം വയസ്സിലേക്ക് കടന്നു. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ്. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണൻ രാംദാസ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവുമായ ടി.എൻ. പ്രകാശ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ ആയിരുന്നു അന്ത്യം. മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏപ്രിലിലെ 2ാമത്തെ ലക്കമാണ് ഇപ്പോൾ നോക്കുന്നത്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടുലൂക്ക അധികാരമേറ്റു. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടുലൂക്ക അധികാരമേറ്റു. നാറ്റോ 75 ഇയേഴ്സ്. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കിസ് മിർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കിസ് മിർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട് രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അൽനാട്ട് 1-ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് എന്നിവരാണ് 2, 3 സ്ഥാനങ്ങളിൽ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അഗ്നാൾട്ട് 1-ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് എന്നിവരാണ് 2, 3 സ്ഥാനങ്ങളിൽ. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ദേവികയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യൻ വംശജനായ പവൻ ദൗലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി. ഇന്ത്യൻ വംശജനായ പവൻ ദൗലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന്. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. ഉറുഗ്വാനയിൽ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിനാണ് കളിക്കുന്നത്. പുന്നയൂർ കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പുന്നയൂർ കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു.
പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ദൈവഗണം ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ദൈവഗണത്തിന്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. അപ്പോൾ 2024 മെയ് മാസത്തിലുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർ ആണ് നോക്കുന്നത്. വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI-യുടെ ഇന്ത്യയുടെ ആദ്യത്തെ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായി. നാവികാസേന മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനായി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. ടൈം വാരികയിൽ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീനശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബാങ്ക, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മല്ലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീനശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബാങ്ക, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല എന്നിവർ ഭാരതീയർ ഇടം പിടിച്ചു. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരമായിട്ടുള്ള എയ്റ്റാന ബോൺമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം. ലോക ടെന്നീസിൽ 1-ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസ് 1-ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങൾ ആയിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി MP സ്നേഹലത നിയമിതയായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി MP സ്നേഹലത നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻസി കാമറൂൺ നിയമിതനായി. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാംഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. ഇനി വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായിട്ട് നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. കാൻഡിഡേറ്റ്സിൽ ജേതാവ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുകേഷ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. സംഗീത സംവിധായകൻ KG ജയൻ അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് K ജയൻ മകനാണ്. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയകരന്മാരിൽ ഒരാളാണ്. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെന്റ് ഹോൾഡൻ ബെയിൻ അന്തരിച്ചു. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്നു സുധീർ കക്കാർ അന്തരിച്ചു. അപ്പം ഇത്രയുമാണ് നമ്മളുടെ മെയ് ആണല്ലോ. അപ്പം മെയ്യിൽ ഇനി രണ്ടാമത്തുള്ള അടുത്ത PSC ബുള്ളറ്റിൻ വന്നിട്ടില്ല. അപ്പം അത് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ വന്നിട്ടുള്ള 2024 എല്ലാ കറണ്ട് അഫെയറും നമ്മൾ നോക്കിയിട്ടുണ്ട്. താങ്ക് യു ആൾ. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കണേ. താങ്ക് യു.